എന്താ പരിപാടി? ചെമ്മീൻ പൊളിക്കുക. എന്തിന്? ചെമ്മീൻ 1 കിലോ 300 രൂപ. ചാറ് മാങ്ങ ഇട്ട് ചാറും വെക്കാം, വറക്കുകയും ചെയ്യാം. കുറച്ച് അരച്ച് പുരട്ടിയെടുത്ത് സൂക്ഷിക്കാം. മാങ്ങ ഇട്ട് ചാറും വെക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. ഇന്ന് അതാണ്. ഞാനപ്പം രാവിലെ കുറച്ച് പണികളെല്ലാം ഒതുക്കി ചായയൊക്കെ കുടിച്ചിട്ട് ഇതൊന്ന് നുള്ളാനിരിക്കുക, ചെമ്മീൻ നുള്ളാനിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഇന്ന് രാവിലെ കഴിക്കുന്നില്ല, ഇന്ന് ഉച്ചയ്ക്കേ കഴിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ്. എപ്പോഴും കഴിച്ചാൽ ശരിയാവുമോ? ഒരു നേരമൊന്നും കഴിക്കണ്ട. നല്ലതല്ലേ? അല്ലേ ആരൻ? അതാണ്. അപ്പോൾ ഞാനിത് കറി വെക്കുമ്പോൾ കാണിക്കാം, കഴിക്കാൻ നേരം കാണിക്കാം. പണികൾ നടക്കട്ടെ. കോഴി നല്ല വെയിലാണ്, ഉണങ്ങാനുള്ളതൊക്കെ എടുത്ത് കുറച്ച് മാറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ടിരിക്കുക. പിന്നെ കോഴിയെല്ലാം കയറ്റി, ഇനി ഇറക്കിയിട്ട് കയറ്റി. ഇനിയിപ്പം ചെമ്മീനും നുള്ളി അത് കറി വെച്ച് ചോറൊക്കെ വാർക്കാനായിട്ടായിട്ടുണ്ട്. പിന്നെ കിഴങ്ങും കൂടെ വെച്ചാൽ ഇനി പാത്രവും കഴുകിയിട്ട് കുളി പ്രാർത്ഥന, എന്നിട്ട് ഉച്ചയാകുമ്പോൾ കഴിക്കുക. എല്ലാം ഇത് കറി വെക്കുമ്പോൾ കാണിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇന്നലെ ചർച്ചിൽ ഞാൻ ചെന്നപ്പം പറഞ്ഞു, രാവിലെ ചർച്ചിൽ പോകുന്നതിന് മുമ്പ് 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ചർച്ചിൽ പോകുന്നത്, അറിയാമല്ലോ. 6:30 ആയപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ 6:15 മീൻകാരനെ വിളിച്ചു. ഇതിലെ സൈക്കിളെ കൊണ്ടുപോകുന്ന മീൻകാരൻ. പുള്ളി ഇവിടെ വന്നു, മീൻ തന്നു. അത് ഫ്രീസറിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ചർച്ചിൽ ചെന്നപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് എല്ലാ ഞായറാഴ്ചത്തേക്കാളും താമസിച്ചാണ് ചെന്നത്. അപ്പം ആൻറ്റിമാരൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മീൻ മേടിക്കാൻ നിൽക്കുമായിരുന്നു, മീൻകാരനെ നോക്കി നിൽക്കുമായിരുന്നു, അതാ 10 മിനിറ്റ് താമസിച്ചെന്ന് പറഞ്ഞു. മീൻ മേടിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു മീൻ മേടിക്കുന്നുണ്ട്. അയ്യോ മീൻ മേടിക്കല്ലേ, കടമീനല്ലേ? ഞാൻ പറഞ്ഞു അതെ. ആറ്റുമീനാണെ പോലും ഞങ്ങൾ മേടിക്കുന്നില്ല, ഇപ്പം ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക. ഒരു മീനും ഇല്ല, പച്ചക്കറിയെ വെക്കുന്നത്. ഏതാണ്ട് 1 മാസത്തോളമായി ആരും മീൻ മേടിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നാ പേടിക്കാനാ, ചെമ്മീനാ ഞാൻ വാങ്ങിച്ചത്. ചെമ്മീൻ ഇനി കടച്ചെമ്മീനാണോ കായൽ ചെമ്മീനാണോ ഇതൊന്നും എനിക്കറിയത്തില്ല. ഞാനത് മേടിച്ചു. 300 രൂപയുള്ളെന്ന് കേട്ടപ്പോൾ കുറേ ദിവസം നിൽക്കുമല്ലോ ഈ 1 കിലോ വാങ്ങിച്ചാലെന്നും പറഞ്ഞ് ഞാൻ 2 കിലോ വാങ്ങിച്ചു 600 രൂപ. കാരണം എനിക്ക് കുറേ ദിവസം നിൽക്കുകയും ചെയ്യും, കുറച്ച് എനിക്ക് ആശയറിന് അച്ചാറിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പം അതിനു വേണ്ടി ഞാനിത് മേടിച്ചതാണ്. അപ്പം ആൻറ്റിമാരെന്നെ ഭയങ്കര വഴക്കായിരുന്നു. എനിക്കറിയത്തില്ല, ഇപ്പം കഴിക്കുന്ന എല്ലാം ശരിക്കും പറഞ്ഞാൽ പേടിച്ചല്ലേ കഴിക്കേണ്ടത്. പിന്നെ സ്തോത്രം പറയുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു പോളിസി, എൻ്റെ ഒരു ഇതങ്ങനെയാട്ടോ. എനിക്കറിയത്തില്ല. ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ഇപ്പം ചെയ്യാൻ പോവുക. ഓക്കെ. അപ്പം നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, നിങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ അതോ പേടിയാണോ, മീൻ മേടിക്കാവോ ഇല്ലയോ, ഇതൊക്കെ ഒന്ന് പറയണം. ഈ ചെമ്മീൻ കാണിച്ച ഈ ചെമ്മീൻ കുഴപ്പമുണ്ടോ എന്ന് പറയണം. ഇത് കടൽ ചെമ്മീനാണോ അതോ കായൽ ചെമ്മീനാണോ, ഇത് കുഴപ്പമുണ്ടോ ഒക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഉണ്ടേലും ഇല്ലേലും ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ട് വരുമ്പോൾ ഞാനിത് കഴിച്ച് കഴിയത്തില്ലേ. എനിവേ സ്തോത്രം പറഞ്ഞ് കഴിക്കുക, എനിക്ക് അത്രയേ ഉള്ളൂ. അല്ല ഇപ്പം മീനില്ലാതെ ഈ കൊച്ചൻ കഴിക്കത്തില്ല. ഞാനും മോശക്കാരിയല്ല, ആഴ്ചയിൽ ഒന്നേയില്ലേ എനിക്കൊരു ഇച്ചിരി മീൻ കൂട്ടി കഴിക്കണം, അല്ല എനിക്ക് ഇച്ചിരി പാടുണ്ട്. അവനും അതുപോലെ കൊച്ചല്ലേ, മീൻ ഇല്ലാതെ എന്നും മുട്ടയും പപ്പടവും തൈരും എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ദേഷ്യം വരത്തില്ലേ. അതുകൊണ്ട് കഴിക്കുക കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, നമുക്ക് കാണാൻ കറി.
4 മണി കഴിഞ്ഞു. ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ചെമ്മീൻ മാങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് ചെമ്മീൻ ഇളക്കിയെടുക്കുക. ചെമ്മീൻ കുടംപുളി ഇട്ട് ഞങ്ങൾ ചാറ് വെച്ചു, തേങ്ങ അരച്ച് ശകലമുളക് പൊടിയൊക്കെ ഇട്ട്. പിന്നെ വീഡിയോ പിടിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെമ്മീൻ വെക്കുന്നതെന്നും കൂടെ പറയണം. പല രീതി ഞങ്ങൾ വെക്കും. പിന്നെ ഇതാ അടുത്തത് കിഴങ്ങ് മെഴുക്ക് പുരട്ടി. എടുക്കുമോനെ, കിഴങ്ങ് മെഴുക്ക് പുരട്ടി അടിപൊളിയാന്ന് ആരൻ പറഞ്ഞു കേട്ടോ. ചെമ്മീൻ കറി, പിന്നെ ഇതാ കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അതുപോലെ ചെമ്മീൻ വറുത്തത്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, സൂപ്പറാണ്, ശരിക്ക് ആസ്വദിച്ച് കഴിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.